ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നിൽക്കാൻ വേണ്ടി വരാൻ പോവാണ് കേട്ടോ. കാരണം അവർക്ക് ഞാനൊരു അവസരം കൊടുക്കാറില്ല. എല്ലാ ഒഴിവ് ദിവസങ്ങളിലും ഞാൻ അങ്ങോട്ട് കെട്ടിക്കയറി പോകാറാണ് പതിവ്. ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ തലശ്ശേരി ചിക്കൻ കറി കൂട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കഴിയും. സവാള അരിയേണ്ട പരിപാടിയൊന്നും ഇല്ല, അല്ലാതെ ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ പരിപ്പും മുരിങ്ങക്കായും വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്. കാശിക്കുട്ടൻ നടക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാമാറ്റ് ഒന്ന് വിരിച്ചിട്ട് കൊടുത്ത് പല പിക്ചേഴ്സൊക്കെ കണ്ടെങ്കിൽ ഇരുന്നോളും. ഇനി വെളുത്തുള്ളി നന്നാക്കേണ്ട പരിപാടിയുണ്ട്. നമ്മുടെ ആ പീലിംഗ് മെഷീനിലുണ്ടല്ലോ, ഞാൻ വെളുത്തുള്ളി നന്നാക്കിയിടാണ്. ഇത് മൊത്തം ഇങ്ങനെ നന്നാക്കി കിട്ടില്ല. ആദ്യം ഇതൊന്നും ഇങ്ങനെ മലർത്തി തരും, ഒരു 3/4 ഭാഗം തൊലി കളഞ്ഞു തരും. അങ്ങനെയാണ് കേട്ടോ. ഇതിന് മിക്കവാറും ഫ്രൂട്ട്സൊക്കെയാണ് നല്ലതായിട്ട് പീൽ ചെയ്ത് കിട്ടുക. പിന്നെ കൂർക്കൊക്കെ നന്നായിട്ട് കിട്ടും. പിന്നെ ഈ ചോപ്പറിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെല്ലെങ്കിൽ എല്ലാ വെജിറ്റബിൾസും ഭയങ്കര കുനുകുനാന്ന് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അത് ചെയ്ത് വന്നപ്പോഴത്തേനും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ദാഹിച്ച് വലഞ്ഞാണ് വന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജിലുണ്ടല്ലോ നമ്മുടെ സംഭരണി, ജ്യൂസ് സംഭരണി, അതെടുത്ത് ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് വിതരണം ചെയ്തു. എല്ലാവരും ഒന്ന് തണുക്കട്ടെ. അപ്പം അമ്മ ഒരു വലിയ കിറ്റ് നിറച്ച് സാധനങ്ങൾ കൊണ്ടാണ് വന്നത്. കുറച്ചൊക്കെ ഞാൻ പിള്ളേർക്ക് എടുത്ത് കൊടുത്തു. ചിക്കൻ ഇതെങ്ങനെ കുഴച്ച് വെക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന നട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ കീത്തൊന്നെങ്കിലും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർ പിന്നെ അമ്മ നോക്കിക്കോളും. ഇനി എനിക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ കിച്ചണിലേക്ക് ഒരു പുതിയ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെനിക്ക് പറ്റാണ്ടായപ്പോൾ അച്ഛനും നമ്മുടെ പിള്ളേരും കൂടെ സെറ്റ് ചെയ്തരാണ് കേട്ടോ. ഇത് നമുക്ക് കിച്ചണിൽ വെക്കേണ്ട ഒരു സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ മലർത്തി വെക്കില്ല. ഞാൻ കണ്ട വീഡിയോയിൽ അങ്ങനെയായിരുന്നു കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും സ്പ്ലിറ്റ് ചെയ്തു. ഒരു 5 തട്ടായിരുന്നു, അതിൽ 2ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരെണ്ണം ഇവിടെ വെച്ചു. കാരണം പാത്രം ഫുള്ള് സ്ലാബിൻ്റെ അടി നിരന്നിരിക്കും. പിന്നെ നമ്മുടെ ഈ കുഞ്ഞടുക്കളയിലും പാത്രങ്ങൾ വയ്ക്കും. അപ്പോൾ ഈ 2 സൈഡിലായിട്ട് പാത്രങ്ങൾ കഴുകി കമത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്തത് കേട്ടോ. അടിപൊളിയാണ്, പരന്നിരിക്കില്ല. അപ്പോഴത്തേനും ഉച്ചയായി. എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കേണ്ട തിക്കും തിരക്കും തൃശ്ശൂർ പൂരത്തിലാണ്. ഇപ്പോൾ 2 ദിവസം അച്ഛനമ്മ വീട്ടിലുണ്ടായിരിക്കും. അതിൻ്റെ വിശേഷങ്ങൾ വേഗം ഷെയർ ചെയ്യാം കേട്ടോ.